ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അജുവും നമ്മുടെ കൂടെ കൂടുന്നുണ്ട്. നമുക്ക് അവനെ കൂട്ടിയിട്ട് പോകാം. പുറകിൽ കാണുന്ന ഓട്ടോ അജുവിൻ്റെതാണ്. അത് നമുക്ക് റിവ്യൂ ചെയ്യാനുണ്ട്. അടുത്ത വീഡിയോയിൽ അത് പരിചയപ്പെടുത്താം. നമുക്ക് പോകേണ്ടത് വെള്ളന്നൂർ ഭാഗത്തേക്കാണ്. അപ്പോൾ നമുക്ക് കുന്നമംഗലം വഴി പോകണം. കനത്ത മഴ കാരണം കരകവിഞ്ഞൊഴുകുന്ന പൂനൂർ പുഴയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മുന്നിൽ കാണുന്ന ജംഗ്ഷനാണ് 10-ാം മൈൽ. ഇവിടുന്ന് വലത്തോട്ട് പോയാൽ കുന്നമംഗലം, ഇടത്തോട്ട് പോയാൽ വയനാട്, നേരെ പോയാൽ ചാത്തമംഗലം. അപ്പം നമ്മൾ ചാത്തമംഗലം ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഗൈസ് ഇത്. നിൽക്കാത്ത മഴ കാരണം റോഡിൽ വരെ വെള്ളം കയറിയിരിക്കുകയാണ് ഗൈസ് ഇവിടെ. ഈ കാഴ്ച കാണാനായി നിരവധി ആൾക്കാരാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ച നമുക്ക് ഈ വീഡിയോയിൽ കാണാം. എൻ്റെ കൂട്ടുകാരും കൂടുതൽ വെള്ളം കയറിയ ഭാഗത്തേക്ക് നടന്നു പോവുകയാണ്. മുന്നോട്ട് നോക്കിയാൽ കാണുന്ന ഭാഗത്തൊക്കെ ഒരാളുടെ പകുതി വരെ വെള്ളം കയറിയിട്ടുണ്ട്. കാഴ്ചകൾ കാണാൻ പോയ എൻ്റെ കൂട്ടുകാർ തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് തിരിച്ചു പോകാം. കാലിന് പരിക്ക് കാരണം ഇവൻ ഇവിടെ ഇരിക്കുകയായിരുന്നു ഗൈസ്. വെള്ളം കയറിയതുകൊണ്ട് നശിച്ചുപോയ വാഴകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതുപോലെ കുറേ സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിരുന്നു ഇങ്ങനെ നശിച്ചുപോയ വാഴകൾ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട് ഗൈസ്.
ബിരിയാണിയാണ് ഗൈസ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ബിരിയാണി വന്നു. ഇനി നമുക്ക് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഇവിടുത്തെ മെയിൻ പൊറോട്ടയും ബീഫുമാണ് ഗൈസ്. അതുകൂടാതെ മറ്റ് പല വിഭവങ്ങളും ഇവിടെയുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം നല്ല അഭിപ്രായമാണ്. ഇതിൻ്റെ കൂടെ 65 കൂടി ഞങ്ങൾ പറഞ്ഞിരുന്നു, അതും വന്നു. ഇനി നമുക്ക് കഴിച്ചു തുടങ്ങാം ഗൈസ്. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. നല്ല ഫുഡായിരുന്നു. നിങ്ങളും ഇവിടെ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഫുഡാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പെരിങ്ങുളത്ത് നിന്നും വെള്ളന്നൂരേക്ക് പോകുന്ന വഴിക്ക് വലത് ഭാഗത്താണ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.